ശാലി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എത്ര കുടിച്ചാലും മതി വരാത്ത വളരെ രുചികരമായ കുറച്ച് ചേരുവകൾ കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ. മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടി അണ്ടിപ്പരിപ്പും ബദാമും ഈന്തപ്പഴവും പാലുമാണ് ആവശ്യമുള്ളത്. 1 ഗ്ലാസ് പാലാണ് എടുക്കുന്നതെങ്കിൽ 5 അണ്ടിപ്പരിപ്പും 5 ബദാമും 5 ഈന്തപ്പഴവും ഉപയോഗിച്ചാൽ മതിയാകും. ഈന്തപ്പഴം വളരെ ചെറുതാണെങ്കിൽ നമ്മുടെ മധുരത്തിനനുസരിച്ച് 1-2 കൂടുതൽ ചേർക്കാവുന്നതാണ്. ഷേക്ക് ഉണ്ടാക്കാൻ ഈന്തപ്പഴം എടുക്കുമ്പോൾ ഒരുപാട് കട്ടിയുള്ളത് എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇത്തിരി സോഫ്റ്റ് ആയതാണ് ഷേക്ക് അടിക്കാൻ നല്ലത്. നമ്മുടെ കയ്യിൽ കട്ടിയുള്ള ഈന്തപ്പഴമാണ് ഉള്ളതെങ്കിൽ അരമണിക്കൂറിന് മുൻപെങ്കിലും വെള്ളത്തിൽ കുതിർത്തെടുക്കണം. ഇത് ഒരുപാട് കട്ടിയുള്ള ഈന്തപ്പഴമല്ല, അതുകൊണ്ട് ഞാൻ നേരത്തെ കുതിർത്തിട്ടില്ല. അണ്ടിപ്പരിപ്പും ബദാമും മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. ചെറിയ തരിയോട് കൂടിയാണ് ഞാൻ പൊടിച്ചെടുത്തിട്ടുള്ളത്. പൊടിച്ചെടുത്ത അണ്ടിപ്പരിപ്പും ബദാമും വലിയ ജാറിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഈ ചെറിയ ജാറിലിട്ട് തന്നെ ഈന്തപ്പഴം അരച്ചെടുക്കണം. വലിയ ജാറിലിട്ട് അരച്ചാൽ ഈന്തപ്പഴത്തിൻ്റെ വലിയ കഷ്ണങ്ങൾ കിടക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ചെറിയ ജാറിലിട്ട് അരച്ചെടുക്കുന്നത്. ഈന്തപ്പഴത്തിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് കുറച്ച് വെള്ളമൊഴിച്ച് അരച്ചെടുക്കാം. ഈന്തപ്പഴം ഈ ഒരു കണക്കിന് അരച്ചെടുത്താൽ മിൽക്ക് ഷേക്ക് കുടിക്കുമ്പോൾ ചെറിയ കഷ്ണങ്ങൾ കടിക്കുന്നത് നല്ല ടേസ്റ്റാണ്. കഷ്ണങ്ങൾ വേണ്ട എന്നുള്ളവർക്ക് നല്ലപോലെ അരച്ചെടുക്കാം. അണ്ടിപ്പരിപ്പും ബദാമും ഈന്തപ്പഴവും നന്നായി മിക്സായി വരാൻ വേണ്ടി കുറച്ച് പാലൊഴിച്ച് ആദ്യം അടിച്ചെടുക്കണം. ഇനി ബാക്കി പാലും കൂടെ ചേർത്ത് നന്നായി അടിച്ചെടുക്കാം. മിൽക്ക് ഷേക്കിന് നല്ല തണുപ്പ് വേണമെങ്കിൽ ഇതുപോലെ ഫ്രിഡ്ജിൽ വെച്ച് കട്ടയാക്കിയതിന് ശേഷം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായി മിക്സിയിൽ അടിച്ചെടുക്കാം. ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവർ ഉറപ്പായും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ രുചികരമായൊരു മിൽക്ക് ഷേക്കാണ്. ഈ മിൽക്ക് ഷേക്ക് ഒരു ദിവസം ഉണ്ടാക്കി കുടിച്ചാൽ വീണ്ടും ഉണ്ടാക്കി കുടിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. ഈ മിൽക്ക് ഷേക്ക് കുടിക്കുന്നത് കൊണ്ട് വെയിറ്റ് കുറവുള്ളവർക്ക് വെയിറ്റ് കൂട്ടാൻ സാധിക്കും. ഈ ചൂട് സമയത്ത് നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു മിൽക്ക് ഷേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിലെ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. താങ്ക്